നമ്മൾ ഒരു കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ്. ഏതാ സ്ഥലം എന്ന് പറയും, നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഇവിടെ ഒരു കപ്പൽ ഉണ്ടോ കണ്ടോ, ഹെയർപിൻ ബെൻ്റെ അടുത്തുള്ള ഒരു കിണറാണ് കണ്ടോ. നോക്കി ഈ സ്ഥലം മനസ്സിലായോ? ഇതേ സ്ഥലം മനസ്സിലായോ? ഇതാണ് ഇടുക്കി ഡാം. ഓക്കെ, ഈ ഡാമിൻ്റെ ഈ സ്ഥലത്താണ് ഇതാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് ആ ചെണ്ട് സീനുള്ള സ്ഥലം. നല്ല മഴയുണ്ട്, എന്നാലും ഞാൻ ഇറങ്ങിയെടുത്ത് കുളമാവ് ഡാം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, ഡാം ഇത് ഇറങ്ങിയെടുക്കണ്ടേ, മഴയാണെങ്കിൽ ഇറങ്ങിയെടുക്കണ്ടേ. ഇത് നോക്കിയാൽ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. നോക്കിയാൽ എന്താണ് ഇത് ഞാൻ കാണുന്നത്. അയ്യോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കി ചെറുതോണിയിലാണ്. ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് ഒരു 6 കിലോമീറ്റർ മുന്നോട്ട് വന്ന് ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ചെറുതോണി പാലമാണ് നിങ്ങളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പാലം അതിൻ്റെ അടിയിലുണ്ട്. പണ്ട് കാലം ആ ഡാമുള്ള തുറന്ന സമയത്ത് ഇവിടെ വലിയ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഉള്ള ചെറിയ പാലം അതിൻ്റെ അടിയിൽ കാണുന്നുണ്ട്. ഇതാണ് പുതുക്കി പണിത ആ പാലം. ഇതാണ് ആ സ്ഥലം. ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാനിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുറേ സിനിമയിലുള്ള ക്യാമറാമാനും ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കാണാനാണ് വന്നത്. പിന്നെ മറ്റേ നിങ്ങളെ കണ്ട ധനുഷും പ്രശാന്തും ഒക്കെ അവരവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാനാണ്. അതിനുശേഷം ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറഞ്ഞ് നല്ലൊരു സ്ഥലം കാണിച്ചതാണെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇതാ ഈ ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പുഴയാണ് ഇതായി കാണുന്നത്. നോക്കൂ, അയ്യോ, ഓക്കെ കണ്ടോ, ഇത് ഡാം തുറന്നിട്ട് വരുന്ന പുഴ കണ്ടോ. ഇതിങ്ങനെ പോവും അങ്ങോട്ടേക്ക്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഏതോ കാണുന്നുണ്ടല്ലോ. ഇത് ഈ മലനിരകൾ കണ്ടോ, നല്ല പാറയാണേ, പാറക്കെട്ട്. അതിൻ്റെ അടിയിൽ കാണുന്നത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ. ഈ സ്ഥലം കണ്ടില്ല, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വൈശാലി എന്ന് പറഞ്ഞ സിനിമ ഇല്ലേ, വൈശാലി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മാനിനെ കാണിക്കുന്ന ഒരു ഏരിയ ഇല്ലേ, അത് ഇവിടെ നിന്നാണ് അത്ര ഷൂട്ട് ചെയ്തത്. താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സ്ഥലം കാണിച്ച് ഈ സ്ഥലത്ത് പോകും. ഇത് കുറച്ച് മുന്നോട്ട് ഞാൻ ഡാമിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ശരി, എനിക്ക് ഡാമിൻ്റെ അടുത്ത് കാഴ്ച. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുമോ ഇതേതാ സ്ഥലം? ഈ സ്ഥലം മനസ്സിലായോ? ഇതേതാ സ്ഥലം മനസ്സിലായോ? ഇതാണ് ഇടുക്കി ഡാം. ഓക്കെ, ഈ ഡാമിൻ്റെ ഈ സ്ഥലത്താണ് ഇതാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത് ആ ചെണ്ട് സീനുള്ള സ്ഥലം. അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. പ്രശാന്ത് വാ, പ്രശാന്ത് അത് ധനുഷ് ഹായ്. അത് എൽദോ ചേട്ടൻ ഹായ്. എൽദോ ചേട്ടൻ്റെ നാടാണിത്. അപ്പോൾ എൽദോ ചേട്ടനാണ് എനിക്ക് പറഞ്ഞത് ഇവിടെ ഇടുക്കി ഡാം. ഇതാ എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് ഇടുക്കി ഡാം. ഈ ഇടുക്കി ഡാമിനൊരു കഥയുണ്ട്, അറിയോ? എനിക്ക് ഇവിടെ വന്നപ്പോൾ എൽദോ ഭായി പറഞ്ഞതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കുറത്തിമലയും ഇത് കുറുവൻ മലയും. അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഐതിഹ്യം പറഞ്ഞു. സീതാദേവി ഇവിടെ വന്നിട്ട് ഇത് പുഴയുണ്ടായിരുന്നു, പണ്ട് പുഴയാത്ര. ഇവിടുന്ന് കുളിക്കുന്ന സമയത്ത് അവരവിടുന്ന് മീൻ, കുറുവത്തിയും മനുഷ്യരായിരുന്നു അന്ന്. അപ്പോൾ മീന് വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിദംബലം എന്തോ, ഇത് കഥയാണേ, കഥ എത്രത്തോളം എന്ന് നമുക്കറിയില്ലല്ലോ. കുറുവത്തിയും മീൻ വൃത്തിയാക്കുന്ന സമയത്ത് കുളിക്കുന്ന സീതാദേവിയുടെ മുകളിലേക്ക് ഇത് മീനിൻ്റെ ചിദംബലോ വീഴ്ചകളൊക്കെ തീർച്ചത്രേ. അത് ഇഷ്ടപ്പെടാതെ അവർ ദേഷ്യത്തോടു കൂടി അവർ ശപിച്ചതാണ്, നിങ്ങൾ കല്ലായി മാറട്ടെ. അങ്ങനെ കുറുവൻ മലയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം. പക്ഷെ പിൻകാലത്ത് ഇത് പറഞ്ഞു നടക്കുന്നതെന്നറിയോ, നിങ്ങൾ ഒന്നിപ്പിക്കാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് അത്രേ. അങ്ങനെ ഒന്നിപ്പിച്ചതാണ് അത്ര ഇടുക്കി ഡാമിൻ്റെ ഈ കാണുന്ന ഡാമിൻ്റെ ഈ ബിൽഡിങ്. എന്നൊരു കഥയോ അല്ലേ? ഇത് നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, കുറുത്തിമല അല്ലേ? ഓക്കെ, ഇനി ഞങ്ങൾ ഇതാ ആ കണ്ണില്ലേ, അത് അവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അത് റോഡാണ്, ഇടുക്കി ഡാമിലേക്ക് പോകുന്ന റോഡ്. അങ്ങനെ ഇത് ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തത് കുലമ്പൻ എന്ന് പറഞ്ഞ ആദിവാസിയാണ് അത്ര. അങ്ങനെയാണ് ഇത് ഡാം ഇവിടെ പണിഞ്ഞിരുന്ന. ഓ അത് ശരി. ഒന്നിപ്പിക്കാൻ ഒരാൾ വരുന്നു പറഞ്ഞ ആൾ ആദിവാസി, കുലമ്പൻ എന്ന് പറഞ്ഞ ആദിവാസി അത്ര. അവരാണ് ബ്രിട്ടീഷുകാർക്ക് ഇത് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് പറഞ്ഞത്. ആ ഐതിഹ്യം കറക്റ്റാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കൂ, ഇത് നമ്മളെ കഥകൾ എന്തൊരു മനോഹരം അല്ലേ? നോക്കിയാൽ കുറുവൻ മല.
ഇത് കുറുത്തിമല. ചേഞ്ച് ആണോ എന്ന് എനിക്കറിയില്ല, ഇവർ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. നമ്മളിപ്പം പോകുന്നത് ഇതിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ നേരത്തെ കാണിച്ച റോഡ് മേലെയാണ്, അവിടത്തേക്ക് പോകുന്നില്ല. ഇപ്പം ഞാൻ ഇടുക്കി ഡാമിൻ്റെ അടുത്ത് പോവാണ്. അതിൻ്റെ പോകുന്ന വഴികളാണ് കാണുന്നത്. ചെറിയ റോഡുകളിലേക്ക് കൂടി പോകുന്നതാണ്. ഇടുക്കി ഡാമാണ്, മുല്ലപ്പെരിയാർ ഡാം അല്ല കേട്ടോ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മുല്ലപ്പെരിയാർ ഡാം വേറെയാണ്, ഇത് ഇടുക്കി ഡാം. നമ്മൾ ആ നേരത്തെ കണ്ട പാറയുടെ അടുത്തെത്തി കേട്ടോ. അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് എടുത്തതാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് കാണുന്നില്ല, കുറച്ച് ബ്ലാക്ക് ഉണ്ടാവും. താഴെ വീടൊക്കെ ഉണ്ട് കേട്ടോ. അതെങ്ങനെ വീട് അടുത്തെത്തിയതാണ്. ശരി, അടുത്ത് നിങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതിൻ്റെ മേലെയുള്ള ആ റോഡിലേക്ക് ഞാൻ പോകുന്നത്. ഇടുക്കി അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ റിസർവോയർ ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം. 839 മീറ്റർ ഉയരമുള്ള കുറവൻ മലയെയും 925 മീറ്റർ ഉയരമുള്ള കുറുവത്തി മലയെയും കൂട്ടിയിണക്കി 555 അടി ഉയരത്തിൽ പെരിയാറിന് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 60 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത്. മേലെ എത്തി. ഇടുക്കി ഡാം ഇവിടെ നിന്നാണ് കാണുന്നത്. അങ്ങോട്ടൊന്നും കൂടുതൽ വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ നമ്മൾ നിർത്തിയ ഗ്രൗണ്ടില്ലേ, ഇതാ ഈ കാണുന്നതാണ് ഈ ഗ്രൗണ്ട് കണ്ടോ. ഗ്രൗണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇതാ മേലെ എത്തി. താഴെ നിന്ന് കാണുന്ന ബ്യൂട്ടി ഇവിടെ നിന്ന് കാണുമ്പോൾ ഉണ്ടാവില്ല. അവിടെ നിന്ന് നേരെ പാറക്കെട്ടിൻ്റെ അടുത്ത് നമ്മൾ കണ്ടു. ഇതാ ഡാം അവിടെയാണ്. ഡാം ഇവിടെ നിന്ന് വ്യൂ കിട്ടുന്നില്ല, ഡാമിൻ്റെ വ്യൂ കാണുന്നില്ല. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏഷ്യയിലെ തന്നെ ബെൻഡുള്ള വലിയ ഡാമാണ്. ഇത് കാണുന്ന ഇടുക്കി ഡാം. ഇവിടെ നിന്ന് എനിക്ക് വ്യൂ കാണാം. ഈ സുന്ദര കാഴ്ചകൾ കാണുന്നതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഈ കാഴ്ചകളുടെ ഒരു പ്രത്യേകത ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അതായത് ഈ കാണുന്ന കാഴ്ചകളാണ് ഇടുക്കി എന്ന് പറഞ്ഞ പ്രോപ്പർ ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം. ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ഭയങ്കര ഹോണടിച്ചിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഡേഞ്ചർ ആവും. അതുകൊണ്ട് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കടത്തി വിടട്ടെ. ചിലപ്പോൾ ആ വണ്ടി കടന്നുപോയി. ഇത് ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇത് ഇടുക്കി ഡാം കാണുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ആ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് നിർത്തിയതാണ്. ആ വ്യൂ പോയിന്റിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ്. ഞാൻ വണ്ടി ഇതാ അവിടെ കൊണ്ട് നിർത്തി. എല്ലാവരും ഒരു കട്ടൻ അടിക്കാൻ വേണ്ടി പോയി, ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇവിടെ നിന്നിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് വണ്ടി. ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഓക്കെ. അയ്യോ, ഇവിടെ നിന്ന് മരങ്ങൾ കാരണം മറഞ്ഞിരിക്കുകയാണ്. ഡാമിന് നമ്മൾ വില പറയാനുള്ള പരിപാടി. ധനുഷ് ഇടുക്കി ഡാമിന്റെ വില പറയാൻ പോകുന്നത്. ഇതാണ് എൽദുബായ്. എൽദുബായ് ഒരു മലയാള സിനിമയിലെ പ്രമുഖരായ ഒരു ക്യാമറാമാനാണ്. ഒരു ഹായ് പറയൂ എൽദുബായ്. ഓക്കെ, ധനുഷിനെ നമ്മൾ അറിഞ്ഞല്ലോ, ഇനി അറിയാനില്ലല്ലോ. ഞാൻ ഒരു വഴി ഇതിലേക്കൂടെ ഒരു വ്യൂ കാണിക്കാൻ നിൽക്കുന്നതായിരുന്നു. അപ്പോഴാണ് അവർ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ അവരൊന്ന് കാണിച്ചു. അപ്പോൾ ഒരു വ്യൂ പോയിന്റും കൂടി കാണിച്ചു. നമ്മളിവിടുന്ന് ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കട്ടെ. ചെറിയ ഷോപ്പ് കാണിച്ചു തരാം. ഇതാണ് ചായക്കട. അയ്യോ, ഇവിടെ ഇളനീര്. ആഹാ, അതെ അതെ, കാടമൺ ടീ, ജിഞ്ചർ ടീ, ചുക്ക് കാപ്പി, മസാല ടീ, ഉഴുന്നോട. ഏതല്ല, ഓരോ സ്ഥലത്തുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഓരോരോ ടീ അല്ലേ. നമ്മുടെ നാട്ടിൽ നല്ല ചൂടല്ലേ. ഇവിടെ നല്ല ഇപ്പം ഉണ്ടോ സമയത്തിന് 1 മണിയാണ് സമയം. 1 മണിക്കുള്ള കാലാവസ്ഥേൻ്റെ ഇത് കണ്ടോ. അപ്പോൾ മസാല ടീയുടെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഞാൻ സാധാ ചായ പറഞ്ഞ പ്രശാന്ത് പറഞ്ഞ് എപ്പോഴും ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ, എന്തായാലും മസാല ടീ അടിക്കാൻ നോക്കട്ടെ. മസാല ടീയിൽ എന്തെല്ലാം ഉള്ള ചേട്ടാ ഇതിൽ? ഏലക്കായും എല്ലാം വരുന്നുണ്ട്. അടിപൊളിയായിട്ട്. നേരത്തെ വരുന്ന സമയത്ത് കണ്ടൊരു വെള്ളച്ചാട്ടം ഇല്ലേ, അവിടത്തേക്ക് വന്ന് നിർത്തിയതാണ്. ഇടുക്കീൻ്റെ സ്ഥലങ്ങൾ കാണിക്കുന്ന സമയത്ത് ഇടുക്കി നമ്മൾ മര്യാദയ്ക്ക് കാണിക്കാം. ഈ കാണുന്നൊക്കെയാണ് ഇടുക്കി കേട്ടോ. നിങ്ങൾ ഇടുക്കി ടൗണ് ഞാൻ കാണിച്ചു തരാം ഇപ്പം വരുന്ന സമയത്ത്. ഇത് കുത്തുങ്കൽ. ഇവിടെ നിന്നാണ് ഒരു കറക്റ്റ് വ്യൂ കിട്ടിയത്. ചെറിയൊരു വാട്ടർഫാൾസ് കാണുമ്പോൾ ഒരു വ്യൂ പോയിന്റ് പോലെ ഇല്ലേ, നല്ല രസമില്ല.
ഇതാ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ ടൗണിനാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ. അത് ഇടുക്കി ജില്ല ഇതല്ലേ, ഇതാണ് ഇടുക്കി ടൗൺ കേട്ടോ. ഈ കാണുന്ന ഇടുക്കി ടൗൺ നോക്കിയേ, ഇത്ര ചെറുത ടൗണാണ്. നമ്മളല്ലേ എൻ്റെ ഒരു മനസ്സ് സത്യം പറയാം, എൻ്റെ അവിടെ പ്രാവ് നോക്കണ, പ്രാവ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നത്. ഇതെടുത്ത് പ്രാവ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു പെട്ടെന്നൊരു കോമഡി. നമ്മൾ ചെറുതോണിയിൽ നിന്ന് തൊടുപുഴ വഴി എറണാകുളത്തേക്ക് പോകുന്ന വീഡിയോ ആണ് ഇത്. അത് പോകുന്ന വഴികളാണ് കാണുന്നത്. നല്ല രസമുള്ള വഴികളല്ലേ നമുക്ക്. ഇത് മൂലമറ്റം, നാടുകാണി, ഇതൊക്കെ പോകേണ്ട വഴികളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് വഴിക്ക് കുമളിക്ക് പോവാം. നമ്മൾ തൊടുപുഴക്കാണ് പോവാം. തൊടുപുഴക്ക് വഴി എറണാകുളത്തേക്കാണ് പോവാം. നമ്മൾ ഇന്നലെ വന്ന വേറെ വഴിക്കാണ്, പക്ഷെ അത് രാത്രി ആ വഴി കാണിക്കും. കൂടുതൽ വഴികൾ ഇവിടെ നമുക്ക് ഇതുവഴി എറണാകുളത്ത് ഇങ്ങോട്ടേക്ക് വരാൻ ഉണ്ട്. തൊടുപുഴ വഴി, അതേപോലെ കോതമംഗലം വഴി, അതേപോലെ ഇന്നലെ ഞങ്ങൾ വന്ന വഴി മൂവാറ്റുപുഴയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് വരികയാണ് ചെയ്തത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഇരുടായതുകൊണ്ട് നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം നല്ല മഴയുണ്ട്, കാണുന്നുണ്ടല്ലോ നിങ്ങൾ. പിന്നെ എൽദുബായ് അവിടെ നിന്ന് അവരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ചെറുതോണിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന കാഴ്ചകൾ. ധനുഷ് സാർ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എന്തൊരു കോരിപ്പെയ്യുന്ന മഴയാന്ന് നോക്കിയിട്ട് ഇപ്പം കാണിച്ചതല്ലേ, ഞാൻ വീട്ടിൽ ഇപ്പം കാണിച്ചു തരാം. എന്തൊരു കോരിപ്പെയ്യുന്ന മഴയാണെന്നറിയോ? പേടിയാവുന്നുണ്ട് ഇപ്പോൾ. എന്താണെന്നറിയോ പേടിയാവാൻ കാരണം? ഈ ഭാഗങ്ങളായിരുന്നു പണ്ടൊക്കെ, അറിയില്ലേ, നമ്മൾ ചെറുതോണി ഡാമിൻ്റെ അടുത്തെല്ലാം വെള്ളപ്പൊക്കമൊക്കെ വന്ന സ്ഥലങ്ങൾ അറിയില്ലേ. നമ്മളിപ്പോൾ തൊടുപുഴ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ മരങ്ങളൊക്കെ വീഴുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ചെറിയൊരു ടെൻഷനാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇത് പിന്നെ കാറ്റും വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കുറച്ചൊന്ന് കാണിച്ചു. ഇത് കണ്ടോ ചില്ലുകൾ കാണുന്നുണ്ടോ? ഇതാ ഈ ചില്ലുകളൊക്കെ കാറ്റുണ്ടെങ്കിൽ പൊട്ടി വീണ് കഴിഞ്ഞാൽ ഈ വരുന്ന റോഡ് വഴി രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ വരിക, നമ്മളിവിടെ കുടുങ്ങിപ്പോവും. ഇപ്പോഴെന്ന് വെച്ചാൽ പകലാകുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. വണ്ടികളൊക്കെ ലൈറ്റ് എടുത്തൊക്കെ വരുന്നത്. ഞാനും അങ്ങനെ തന്നെ എടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ വഴികളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. നമ്മൾ എൽദുബായ് പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞു, ശ്രദ്ധിച്ച് സന്ധ്യ ഇറക്കത്തിൽ ശ്രദ്ധിച്ച് പോകണം. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുക്കുന്നത്? നോക്കുമ്പോൾ 10-20 കിലോമീറ്ററായി ഇത് ഇങ്ങനെ തന്നെയാണ് ഗൈസ്. സോറി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് തന്നെ എടുക്കുന്നത് കേട്ടോ. അതെ, ഇപ്പം കോടയും കൂടെ വന്നിട്ടുണ്ട്. ഇത്ര നേരം നല്ല മഴയായിരുന്നേ. നല്ല മഴ വെച്ചാൽ നല്ല മഴ. നമ്മളെ ഒരു കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ്. ഏതാ സ്ഥലം എന്ന് പറയും? നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഇവിടെ ഒരു കപ്പൽ കണ്ടോ. ഇത് ഇപ്പോഴത്തെ ന്യൂസ് ചാനലെല്ലാം വന്ന ഒരു വാർത്തയാണിത് കണ്ടോ. ഇത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടി പ്രദേശമാണ്. ഇവിടെ നല്ല മഴയുണ്ട്. നോക്കി, നല്ല മഴ, കോടമഞ്ഞ് ഓക്കെ. അവിടെയാണ് ഞങ്ങളുടെ കപ്പൽ. നോക്കിയട്ടെ. ഒരാൾ കച്ചവടാക്കാൻ നിൽക്കണ്ടേ പലതും. ഇടുക്കി ഡാം കച്ചവടാക്കാൻ എനിക്ക് പറ്റിയില്ല, പൊന്തിയില്ല, പൈസ ഇല്ല അതൊന്നും. അടുത്തത് ഇതാണ് കച്ചവടാക്കാൻ നിൽക്കുന്നത്. അടിപൊളി സ്ഥലമല്ലേ, എന്താ ബ്യൂട്ടി. ഇത് നേവിയുടെ കപ്പലാണ് ഇത് കേട്ടോ. ഈ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴത്തെ ന്യൂസിലെല്ലാം വന്നിന് വാർത്ത വന്നിരുന്നു. ഇത് ഭയങ്കര വൈറലായ സ്ഥലമാണ്. ശരി, നമ്മളിവിടുന്ന് പോട്ടെ. നമുക്ക് ഈ സ്ഥലം നോക്കിയാലേ. വാ, ഞാൻ അപ്പുറം നിന്ന് കാണിച്ചു തരാം. ചെറിയൊരു ഭക്ഷണശാല. ഓക്കെ, ഗംഭീര മഴ, ഓടിപ്പോട്ടെ. ഇപ്പോൾ ആ ഡാമിൻ്റെ അടുത്തുള്ള കപ്പലുണ്ടല്ലേ, അതിനുശേഷം നമ്മളൊരു 10-100 മീറ്റർ വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് കാണുന്ന ഒരു അടിപൊളി ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ? അയ്യോ നോക്കോളെ, ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച. ഇതൊരു പാലമാണോ ഡാമാണോ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇതുവഴി വരുന്നത്. പക്ഷെ എന്തെന്ന് കാണിക്കണേ. ഇതാണ് കുളമാവ് ഡാം. കുളമാവ് ഡാം. ഇത് കുളമാവ് ഡാമാണ് കേട്ടോ. നല്ല മഴയുണ്ടായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഇറങ്ങി കാണിക്കാൻ പറ്റില്ല. ദൈവമേ, എനിക്ക് തോന്നുന്നു ഇവിടെയാണോ നമ്മുടെ ആ സിനിമ ഷൂട്ട് ചെയ്തത്? നമ്മുടെ ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്തത്? ഇതായിരിക്കും ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്യുന്ന ഡാമുകൾ. നല്ല മഴയുണ്ട്, എന്നാലും ഞാൻ ഇറങ്ങിയെടുത്ത്
കുളമാവ് ഡാം എന്ന് പറഞ്ഞ സ്ഥലം. നോക്കിയേ എന്നാ ഡാം. ഇത് ഇറങ്ങിയെടുക്കണ്ടേ, മഴയാണെങ്കിൽ ഇറങ്ങിയെടുക്കണ്ടേ. ഇത് നോക്കിയേ, ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. നോക്കിയേ എന്താണ് ഇത് ഞാൻ കാണുന്നത്. അയ്യോ അപ്പുറത്തും ഉണ്ട് കേട്ടോ വേറൊരു കപ്പൽ തന്നെയല്ലേ ഉണ്ടാക്കുന്ന സ്ഥലം. അതാ എന്താണ് ബ്യൂട്ടി അല്ലേ. അയ്യോ കുളമാവ് ഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നിൽ കഴിഞ്ഞു. നമ്മളിത് അവിടെ നിന്ന് വണ്ടി എടുത്തു. അയ്യോ എന്തൊരു രസമുള്ള സ്ഥലം അല്ലേ. അപ്പോഴത്തേക്ക് ഇവിടെ പോലീസുകാർ വന്നു. അവിടെ നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. പോലീസുകാർ വന്നു ഓടിച്ചാടി കയറി വണ്ടി എടുത്തിട്ട് പോയി. പോലീസുകാരെന്നെ നോക്കി ചിരിക്കുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. എനിവേ ബ്യൂട്ടിഫുൾ പ്ലേസ്, സൂപ്പർ പ്ലേസ്, എൻജോയ് ചെയ്തേട്ടാ സൂപ്പറായിട്ട്. ഒരു വ്യൂ പോയിന്റ് കുറേ സമയമായി ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കാണുന്നു. പക്ഷേ എങ്കിൽ അതായത് ഇങ്ങനെ വ്യൂ കാണുന്നുണ്ട് നല്ല കോടയെല്ലാം കണ്ട ഇതൊരു രസം നോക്കിയാൽ അല്ലേ. എന്താ അത് സൂം ചെയ്ത് കാണിച്ചു തരാം അല്ലേ. നല്ല രസമുള്ളല്ലേ. കുറേ സമയം വണ്ടി ഓടിച്ച് വരുമ്പോൾ ഇങ്ങനെ കാണുന്നത്. എവിടെയെങ്കിലും നിർത്തിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഒരു ഹെയർപിൻ ബെൻഡിൻ്റെ അടുത്ത് തന്നെ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഒരു ഹെയർപിൻ ബെൻഡ്. ഈ ഹെയർപിൻ ബെൻഡിൻ്റെ അടുത്ത ഒരു പ്രത്യേകത ഉണ്ടോ, അത് ഒരു ഹെയർപിൻ ബെൻഡിൻ്റെ അടുത്തൊരു കിണർ. ഇത് ന്യൂസിലൊക്കെ വന്നതാണ് കേട്ടോ. ഉണ്ടോ ഹെയർപിൻ ബെൻഡ് എടുത്തൊരു കിണറാണ് ഇത് കണ്ടോ. ഓക്കെ കിണറാണ്. എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നല്ലേ. ഞാൻ അവിടെ ആ വ്യൂ കാണുന്നതോട് നിർത്തിയതാണ്. വണ്ടി ആ സൈഡാക്കി നിർത്തി നോക്കുമ്പോഴാണ് ഈ ഹെയർപിൻ്റെ നടുവിൽ ഒരു കിണർ കാണുന്നത്. ഇതിവിടെ വണ്ടി ഇടുന്നുണ്ട്. ഇവിടെ പണ്ട് ആരൊക്കെയോ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിർത്തിയതല്ല. മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലേ, മുട്ടം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ഇനി തൊടുപുഴ എത്തിയിട്ടില്ല. എനിക്കും നല്ല മഴയായിരുന്നു ഇത്ര നേരം. നമുക്ക് ഇന്നലെ പോകുമ്പോൾ മഴ പോലും കിട്ടിയിട്ടില്ല, ഒരു മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മഴ, ഇരുട് പിടിച്ച അതേ അന്തരീക്ഷം. നമ്മൾക്ക് എവിടെയും പിന്നെ നിർത്താനൊന്നും പറ്റിയിട്ടില്ല. നമ്മളിതാ ഇങ്ങനെ തൊടുപുഴ ലക്ഷ്യമാക്കി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സമയം 4:15 എത്രയാ 4:30 ഏകദേശമായി കാണും. നമ്മളെന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ഒരു 4 മണിയാ. ഇനി നമ്മൾ 1.5 മണിക്കൂർ ഇനി എടുക്കുക എറണാകുളത്ത് എത്താൻ. തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി നമ്മള്. തൊടുപുഴ പാലമാണ് ഈ കാണുന്നത്. തൊടുപുഴ പാലം. നല്ല ഉറപ്പ് വരുന്നപ്പോൾ നമ്മുടെ ധനുഷ് മുതലാളി പറഞ്ഞു ഇവിടെ നിർത്ത്, ചായ കുടിക്കണമെന്ന്. മഴ ഇനിയും മാറിയിട്ടില്ല, മഴ അതേപോലെ തന്നെ കിടക്കുകയാണ്. ഇനി അങ്ങോളം മഴ ഉണ്ടാവുമോ? നമ്മൾ ഇവിടുത്തെ പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ എടപ്പള്ളിയാണ് പോവുക. മൂവാറ്റുപുഴയിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലി റൂട്ട് കിട്ടും, അതായത് നമ്മുടെ കാലടി റൂട്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇതുവഴി പോകാൻ കഴിയും. എറണാകുളം എത്തിയിട്ട് നമ്മൾ കുറേ സമയം 1/2 മണിക്കൂറിൽ മേലെ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താണ് എടുക്കേണ്ടത്, അതുകൊണ്ട് എറണാകുളം ഒന്നും എടുത്തില്ല ട്രാഫിക്കൊന്നും. ഇപ്പോൾ നമ്മളുള്ള വാരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വാരാപ്പുഴ. ഇനി ഇവിടെ നിന്ന് ഞാൻ കൊടുങ്ങല്ലൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരേക്ക് നമ്മളെ ബ്രോനെ ഇറക്കണം, ധനുഷ് ബ്രോനെ. അത് കഴിഞ്ഞ് നമുക്കുണ്ട് ഒരു 4-5 മണിക്കൂർ യാത്ര. വീണ്ടും നല്ല മഴ ഇനിയും ചോർന്നിട്ടില്ല. എന്താ പറയുക, നല്ല ബ്ലോക്ക് കുടുങ്ങിയിട്ട് അതിൻ്റെ മൂഡ് ഓഫിലാണ്. അപ്പോൾ താങ്ക് യു എല്ലാവരോടും. ഞാനിവിടെ ഇറങ്ങിയാണ്, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അതെ നമ്മുടെ ധനുഷിന്റെ സ്ഥലത്ത് ചേരമാൻപള്ളി എന്താ വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. അതെ, ചരിത്ര പ്രധാനമായ പുരുഷൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മര്യാദ നടന്നു അല്ലേ? പോയ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നടന്നു, നല്ല പോസിറ്റീവായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ധനുഷൻ താങ്ക് യു സോ മച്ച്. നമ്മുടെ ധനുഷിനെ ഇനിയും നമുക്ക് കാണാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ വീഡിയോസിലെല്ലാം. നമ്മുടെ ഇത് കാണണ്ടേ, പള്ളി കാണണ്ടേ നമ്മളെ ഫേമസ് പള്ളി. അപ്പോൾ താങ്ക് യു ധനുഷ. ഓക്കെ ബൈ.